ഹലോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് ക്രിസ്മസ് ആണ്. ആക്ച്വലി ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ക്രിസ്മസ് കഴിഞ്ഞ് ഒരു 2-3 ദിവസം കഴിയുമ്പോഴായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ന്യൂ ഇയർ റെസൊല്യൂഷനും കൂടെ എടുക്കുന്നുണ്ട്. അതായത് ഒന്ന് നന്നാകാമെന്ന് തീരുമാനിച്ചു. പക്ഷേ എല്ലാ വർഷവും എടുക്കുന്ന പോലല്ല. ഈ പ്രാവശ്യം ഞാൻ ഓൾറെഡി ഒരു നവംബർ തൊട്ടേ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പം നിങ്ങളിപ്പം ജാനുവരിയിലാണ് നന്നാവാൻ തീരുമാനിക്കുന്നെങ്കിലും പ്രശ്നമില്ല. നിങ്ങൾ പതുക്കെ അത് കുറച്ചായിട്ട് ചെയ്ത് ഒരു മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്കൊന്ന് കൺസിസ്റ്റൻ്റായിട്ട് ചെയ്തു തുടങ്ങിയാലും മതി. അപ്പോൾ ഒന്നും ചെയ്യാതിരിക്കുന്നതിലും നല്ലതല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. അപ്പം ഇത് ഞാൻ മുൻകൂട്ടി കണ്ട് ഞാൻ നവംബർ തൊട്ടേ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. അപ്പോൾ ജാനുവരി തൊട്ട് എന്തായാലും അത് കറക്റ്റായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. ചെയ്യണം. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഇതുപോലെ ഒരു ചേഞ്ചോ അല്ലെങ്കിൽ ഒന്ന് നന്നാവണം എന്നൊക്കെ തോന്നിയെങ്കിൽ നിങ്ങൾക്കും കൂട്ടത്തിൽ കൂടാൻ കേട്ടോ. ഞാനൊരു ബുക്കിൽ വായിച്ചിട്ടുണ്ട്, നമ്മളിപ്പം ഒരു 1% പ്രോഗ്രസ് ആണെങ്കിലും അതൊരു നല്ല ഇമ്പ്രൂവ്മെൻറ്റ് തന്നെ. കുറേ 1% കൂടുന്നതാണല്ലോ ഒരു വലിയൊരു ഇതെന്ന് വെച്ചാൽ. സോ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ പോലും നമുക്ക് അത് കുറച്ചാകുമ്പം അതൊരു ഹ്യൂജ് ഡിഫറൻസ് ആകും. സോ എന്താണെങ്കിലും എനിക്കിപ്പം മെയിൻലി കുറച്ച് ഇതുണ്ട്. അതിൽ മെയിനായിട്ടും ഒന്ന് വരുന്നത് എനിക്ക് വെയിറ്റ് കുറയ്ക്കുന്നത് കൊണ്ട്, പിന്നെ അതല്ലാതെ ഭയങ്കര മൂഡ് സ്വിങ്സ് ഉള്ള കൂട്ടത്തിലാണ് ഞാൻ. പിന്നെ ഡെലിവറി കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ അധികമായിട്ടുണ്ട്. അതൊക്കെ എനിക്കൊന്നുകൂടെ ഒന്ന് കുറയ്ക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ വരും വീഡിയോസിൽ പറയാം. അപ്പം നിങ്ങൾക്കും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം ഒന്നിച്ച് തീരുമാനമെടുക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം എത്രത്തോളം നമുക്ക് പ്രോഗ്രസ് വരുന്നുണ്ട് എന്നൊക്കെ ഉള്ളത്. കനപ്പ് എന്തിനാ ചിരിക്കുന്നത്? കനപ്പ് എന്തിനാ ചിരിക്കുന്നത്? എന്തിനാണ് ചിരിക്കുന്നത്? എന്തിനാണ് ചിരിക്കുന്നത്? എന്തിനാ ചിരിക്കുന്നേ? കനപ്പു. അപ്പോൾ ഇവൾ കമന്ന് വീഴാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരാൾ എപ്പോഴും ഇങ്ങനെ കൂടെ വേണം, ഇല്ലേ പുള്ളിക്കാറ്റ് ഉരുണ്ടങ്ങ് പോവുക. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യാനുള്ളതൊക്കെ ഇവളുടെ അടുക്ക വന്നിരുന്നിട്ടായിരിക്കും കൈ കൊണ്ട് എന്തെങ്കിലും ഹെം ചെയ്യാനൊക്കെ ഉള്ളത് ചെയ്യുന്നത്. അപ്പോൾ ആൾക്ക് വൈറ്റ് ഇടാനുള്ള ഡ്രസ്സ് ഞാൻ സ്റ്റിച്ച് ചെയ്യുമായിരുന്നു അവളുടെ അടുത്തിരുന്നിട്ട്. ബാക്കി മെഷീനെ സ്റ്റിച്ച് ചെയ്യാനുള്ളതൊക്കെ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. കുറച്ച് ഹെം ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ ഫിനിഷ് ചെയ്തു. എൻ്റേതപ്പോൾ അതുകൊണ്ട് തയ്ക്കാൻ ടൈം കിട്ടിയില്ല. അപ്പോൾ അവളുടേത് ഓക്കെ, അവളെന്തായാലും അവളെങ്കിലും ഇടട്ടെന്ന് വിചാരിച്ചു ഉള്ള ടൈം വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു കണക്കിന് ഞാൻ ഇതെല്ലാം ഫിനിഷ് ചെയ്ത് വൈകിട്ട് അവളെ ഇടിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ചെറിയൊരു ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എൻ്റേതായിട്ടുള്ള രീതിയിൽ. വലിയ ഇതൊന്നും ഇല്ല, ഒരു ചെറിയൊരു ഫോട്ടോഷൂട്ട്. ഞാൻ ഈ ഇരുട്ടത്ത് വന്നിരുന്ന് എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കില്ല. ഞാൻ ചായ കുടിച്ചതാണ്, അവിടെ ഇരിക്കുമായിരുന്നു എന്ന്. പിന്നെ എഴുന്നേക്കാനൊന്നും വയ്യെന്നേ, പ്രായമായി വരിക. അപ്പോൾ പിന്നെ അവിടോട്ട് തന്നെ ഇരുന്ന് അങ്ങ് ചായ കുടിച്ചു. പിന്നെ ഈ ബിസ്ക്കറ്റ് ഈ റീസെൻ്റ്ലി ഞാൻ കണ്ടുപിടിച്ച ബിസ്ക്കറ്റാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ബിസ്ക്കറ്റാണ്, ഒരു ജിഞ്ചറിൻ്റെ ഫ്ലേവറാണ്. അപ്പം നിങ്ങളുടെയൊക്കെ വീഡിയോ റെസൊല്യൂഷൻ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്തുവാ? എൻ്റേത് ഞാൻ പറഞ്ഞ പോലെ വെയിറ്റ് കുറയ്ക്കാനുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ബിസ്ക്കറ്റിൻ്റെ ഒത്തിരി ഒന്നും കഴിക്കുന്നില്ല കേട്ടോ, ഒരു 5-6 എണ്ണം. ബട്ട് സ്റ്റിൽ അത് എനിക്ക് കുറയ്ക്കണം. പിന്നെ എന്നുവെച്ചാൽ സ്വിച്ച് ഇട്ട് പോലെ കുറയ്ക്കത്തൊന്നുമില്ല കേട്ടോ. പിന്നെ എനിക്ക് വർക്കൗട്ട്, പിന്നെ എനിക്ക് കുറച്ച് മൂഡ് സ്വിങ്സ് പ്രശ്നങ്ങളൊക്കെ അല്ലേ തന്നെ ഉണ്ട്. ബട്ട് ഡെലിവറി കഴിഞ്ഞപ്പോൾ അത് കുറച്ച് അധികമായിട്ടുണ്ട്. സോ അത് ഒന്ന് മാനേജ് ചെയ്യണം. അപ്പോൾ അത് ഞാൻ ഏകദേശം ഒരു 1.5 മാസത്തോളമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങി. ബട്ട് സ്റ്റിൽ അതിങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അത് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യണം. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, ഇന്നലെ ഇന്നുമായിട്ട് ഭയങ്കര ലോ ആയിട്ട് ഫീൽ ചെയ്യുക. ഭയങ്കര ലോ എനർജി, ഒരു മൊത്തത്തിൽ ഒരു ലോ ഫിസിക്കലി ആൻഡ് മെൻ്റലി ഓൾസോ. എന്താണെന്ന് എനിക്കറിയത്തില്ല. മേ ബി വൈറ്റമിൻ ഡിയുടെ പ്രശ്നം പിന്നെയും വന്നു എന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് ഒരിടയ്ക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഇടയ്ക്ക് ഇതായിപ്പോയി, എന്തോ മെമ്മറി ഫുള്ളായിപ്പോയി. അപ്പോൾ ഇടയ്ക്ക് എനിക്ക് വൈറ്റമിൻ ഡിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അന്നുള്ള സിംറ്റംസൊക്കെ തന്നെയാണ് ഇപ്പോഴും.
സോ അതൊന്ന് ചെക്ക് ചെയ്യണം. പിന്നെ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഞാൻ എടുക്കുന്നുണ്ട്, നിങ്ങൾക്കും കൂട്ടത്തിൽ എടുക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് എന്നെ കൊണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. പിന്നെ അവളുടെ ഡ്രസ്സ് തയ്ച്ചിട്ടുണ്ട്. അപ്പം അവളെ അതിടിപ്പിച്ച് ഫോട്ടോഷൂട്ട് എടുക്കണം. ഞാൻ വലിയ അവളെ മേക്കപ്പൊക്കെ ചെയ്യാൻ പോയതാണ്, പക്ഷേ അവൾ ഉറങ്ങിപ്പോയി. അപ്പം ഇനി ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേറ്റിട്ട് വേണം മേലൊക്കെ തുടച്ചിട്ട് ഉടുപ്പിട്ട് 1-2 ഫോട്ടോസൊക്കെ എടുക്കണം. അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ ന്യൂ ഇയർ റെസൊല്യൂഷൻ്റെ കാര്യമാണ് പറഞ്ഞു വന്നത്. മറ്റേ വീഡിയോയുടെ റെസൊല്യൂഷൻ പോലെ ഓൾവേസ് അത് നമ്മളിങ്ങനെ ഓർക്കുന്നതുകൊണ്ട് എനിക്ക് രണ്ടും കൂടെ കൺഫ്യൂഷൻ ആകുക. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായിരുന്നു പറഞ്ഞു വന്നേ. എൻ്റേത് ഇതൊക്കെയാണ്. ഒന്ന്, ബിസ്ക്കറ്റിൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ കുറച്ചൊക്കെ ബിസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ കഴിക്കാൻ തുടങ്ങി. ആക്ച്വലി ബിസ്ക്കറ്റിലൊക്കെ നല്ലതായിട്ട് ഷുഗർ വരുന്നുണ്ട്. അപ്പോൾ അത് ഗ്രാജ്വലി കുറയ്ക്കണം. ഞാൻ ഓൾമോസ്റ്റ് ഇപ്പോൾ കുറച്ചു കേട്ടോ, ബട്ട് സ്റ്റിൽ എന്നാലും എനിക്ക് ബാക്കിയും കൂടെ കുറയ്ക്കണം. പിന്നെ വയറ് കുറയ്ക്കണം, വണ്ണം കുറയ്ക്കണം. പിന്നെ എനിക്ക് വയ്യ ഈ സ്പേസ് ഇതാവുക. ഒന്നാമത് ഇവളുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെയാണ്. അപ്പോൾ അതിനി എന്തോ ചെയ്യുമെന്നാണ്. ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ മെമ്മറി ഫുള്ളാവുക. ഇതിപ്പോൾ 2-3ാമത്തെ തവണയാവുന്നത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഇതൊക്കെയാണ്. അപ്പം നിങ്ങൾക്കും സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഒന്നിച്ച് സ്റ്റാർട്ട് ചെയ്യാം, എന്നിട്ട് നോക്കാം എത്രയും കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യുന്നുണ്ടെന്ന്. അപ്പം നിങ്ങളുടേത് മേ ബി വേറെ എന്തെങ്കിലും ആയിരിക്കും, എൻ്റേത് ഇതൊക്കെയാണ് കേട്ടോ. പിന്നെന്തുവാ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഫർദർ ഇനിയും അപ്കമിങ് വീഡിയോസിൽ നമുക്ക് പറയാം. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ, കാരണം മെമ്മറി ഫുള്ളാകും. ഇനി അവളുടെ ഫോട്ടോഷൂട്ടിൻ്റെ കുറച്ചെങ്കിലും കാണിക്കണ്ടേ, അപ്പോൾ അതിനുള്ള മെമ്മറി ഇല്ല, അതാണ് സത്യം. അപ്പോൾ ഇതാണ് ഒരു കുഞ്ഞ് ഫ്രോക്ക് പോലെ, പിന്നെ അതിൻ്റെ മേളിലൊരു കോട്ട് പോലെ. കോട്ട് നമുക്ക് ചൂടായതുകൊണ്ട് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, അല്ലാത്തപ്പം ജസ്റ്റ് ഡ്രസ്സ് മാത്രം. പൊതുവെ കുഞ്ഞു പിള്ളേർക്ക് ഇതുപോലത്തെ ഡ്രസ്സൊന്നും അത്ര വലിയ കാണാൻ ഭംഗിയായിരിക്കും, പക്ഷേ അവർക്കിടുമ്പോൾ അത്ര കംഫർട്ടബിൾ ആയിരിക്കത്തില്ല. അപ്പോൾ ഇവളെ യൂഷ്വലി നമ്മൾ നോർമലി ഉള്ള ടീഷർട്ടും കാര്യങ്ങളൊക്കെ ഇടിപ്പിക്കാറുള്ളൂ. ഇങ്ങനത്തേത് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒക്കേഷണലി മാത്രമേ ഇടിപ്പിക്കാറുള്ളൂ. പിന്നെ ഇതൊക്കെ എൻ്റേതായിട്ടുള്ളൊരു കലാവിരുതാണ്. എൻ്റെ മാക്സിമം കഴിവ് പുറത്തെടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം അവൾ കിടന്ന് കരവായിരുന്നു. ആളത്ര നല്ല മൂഡിലല്ലായിരുന്നു. പിന്നെ അമ്മ ഓരോ കോമാളിത്തരം കാണിപ്പിച്ച് ചിരിപ്പിക്കുമായിരുന്നു. എന്താണെന്നറിയത്തില്ല, ഇപ്പം ഈ അടുത്തിടെയായിട്ട് അവൾക്ക് അമ്മയെ കാണുമ്പോൾ തൊട്ട് ചിരിയാണ്. അപ്പം ഞങ്ങൾ അവളോട് ചോദിക്കാറുണ്ട്, ഇതെന്താ അമ്മേ നീ കോമാളിയായിട്ടാണോ കണ്ടേക്കുന്നതെന്ന്. അമ്മ എന്ത് കാണിച്ചാലും അവൾ ചുമ്മാ ഇങ്ങനെ കിടന്ന് ചിരിക്കും. അയ്യോ, എവിടെ ചാടിപ്പോവാ. അപ്പം ഞാനും അമ്മയും പെട്ടെന്ന് പോയി ഡ്രസ്സൊന്ന് മാറിയിട്ട് വന്നു, കാരണം അവളോടൊന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവളെ കുറച്ച് പാടുപെട്ടു ഇന്നലെ ഒന്ന് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട്, കാരണം ആൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു, ഉറക്കവും വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടി. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. മതി വെല്ലമ്മ, മതിയുടെ വെല്ലുമ്മയ്ക്ക് 19 വയസ്സായി. അപ്പോൾ ഇതൊക്കെയാണ് എടുത്ത ഫോട്ടോസ്. എല്ലാം സെൽഫിയും, പിന്നെ അവളുടേതല്ലാതെ എടുത്തു. അയ്യോ, അത് ഞാൻ ആഡ് ചെയ്തില്ലല്ലേ, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തേക്കാവേ. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇത് ക്രിസ്മസിൻ്റേതായിട്ടുള്ളൊരു വൈബ്. എങ്ങനെയുണ്ട്, വെറൈറ്റി അല്ലേ? അപ്പോൾ ഇതാണ് ഇച്ചുവിൻ്റെ സിംഗിൾ ഫോട്ടോസ്. സോ ഇന്നത്തെ വീഡിയോ ഏകദേശം വൈൻഡപ്പ് ചെയ്യാൻ പോവാന്നേ. അവനവിടെ കിടന്ന് തകർക്കുന്നു. അപ്പോൾ അതിനു മുമ്പ് മെയിനായിട്ടൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ ഗോള് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്ലാൻ ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ, എന്നിട്ട് ഇതുപോലുള്ളൊരു ഡയറിയോ ചെറിയ ബുക്കോ എന്തെങ്കിലും എടുക്കുക, അതിൽ എഴുതി വെക്കുക. എന്തുവാണെങ്കിലും അതെന്തും ആകാം കേട്ടോ. എന്നിട്ട് അതിൽ എന്തൊക്കെയാണ് എന്നുള്ളത് അറ്റ്ലീസ്റ്റ് ഡെയിലി ഒന്ന് എടുത്ത് നോക്കുവോ വല്ലതും ചെയ്താൽ നല്ലതായിരിക്കും. ഇടയ്ക്ക് നമ്മൾ മറന്നു പോകത്തില്ലേ, സോ അതുകൊണ്ട്. അപ്പോൾ അത് ഫോക്കസ് ചെയ്ത് കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യുക.
പിന്നെ ഇടയ്ക്ക് നമ്മൾ ലോ ആയിട്ടൊക്കെ ഫീൽ ചെയ്യും, അതൊക്കെ ഓക്കെ. അപ്പോൾ എന്താ, ഇത് കാണുമ്പോൾ നമുക്ക് ഒരു ഫോക്കസ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ എഴുതി വെക്കാൻ പറയുന്നത്. അപ്പോൾ അവിടെ ചെറിയൊരു ഓഡിയോയുടെ പ്രശ്നം വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ ചെയ്യാം. അതായത് ഞാൻ പറയുന്നത്, ഞാനൊരു ബുക്കിൽ വായിച്ചിട്ടുണ്ട്, നമ്മുടെ പാസ്റ്റിൽ നമ്മുടെ ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ പ്രസൻറ്റ് ലൈഫ്. സോ നമ്മൾ ഇപ്പം എന്ത് വിചാരിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ ഒരു തോട്ടിനെ അനുസരിച്ചിരിക്കും നമ്മുടെ ഫ്യൂച്ചർ. സോ ബി പോസിറ്റീവായിട്ട് ചിന്തിക്കുക അങ്ങനെ. സോ നമുക്ക് നോക്കാം അത് എത്രത്തോളം വർക്കൗട്ട് ആകുമെന്നുള്ളത്. നമ്മൾ ഈ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ, അത് ആക്ച്വലി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ ലൈഫിലെ പല കാര്യങ്ങളും അത് ഏകദേശം നോക്കിയപ്പം അങ്ങനെയാണ്. അപ്പോൾ ഞാനത് ഇനിയും വരുന്ന വീഡിയോസിൽ ഡീറ്റെയിൽഡായിട്ട് പറയാവേ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. പിന്നെന്താ, നമ്മുടെ 2024 ലാസ്റ്റ് വീഡിയോ ആയിരിക്കും ഇത്. നമുക്കിനി 2025 കാണാം. അപ്പോൾ ടാറ്റാ.